ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് കണ്ടിട്ട്. ഞാനിവിടെ നിന്ന് ശനിയാഴ്ച പോയതാണ്. അപ്പോൾ എല്ലാവരും തിരക്കുന്നുണ്ട്, എവിടെ പോയി കാണുന്നില്ലല്ലോ. അപ്പം അതൊന്നുമല്ല, എനിക്ക് കുറച്ച് ദിവസം മാറി നിൽക്കേണ്ടി വന്നു. ഞാൻ ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് പോയതാണ്. ഫ്രണ്ട് ജോലി ചെയ്യുന്നത് കരുനാഗപ്പള്ളിയാണ്, വള്ളിക്കാവെന്ന് പറഞ്ഞ സ്ഥലത്താണ്. അമൃതാനന്ദമയ അമൃതപുരി എന്നൊക്കെ പറഞ്ഞ അവിടെ ആണ്. അപ്പോൾ അവൻ ഓണം വിഷു ഒക്കെ പോലെ ഉള്ള ദിവസങ്ങളിലെ നാട്ടിൽ വരുള്ളൂ. ഇപ്പം ഞാൻ പോയിട്ട് ഒരു 2-3 ദിവസം അവിടെ നിന്നു. പിന്നെ ഇന്നാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ചോറിരിപ്പുണ്ട്, കറിയൊന്നുമില്ല. അമ്മയാണെങ്കിൽ ഇവിടെ നമുക്ക് ഉത്സവമാണ്, അടുത്ത അമ്പലത്തിൽ ഉത്സവമാണ്, തെയ്യങ്ങളാണ് കേട്ടോ. ഇവിടെ നമുക്ക് തെയ്യങ്ങളാണ് പ്രത്യേകത. കാസർഗോഡ് ജില്ലയും കണ്ണൂർ ജില്ലയുടെയും പ്രത്യേകത തെയ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് കലാപരിപാടികൾ മാത്രമാണ്. ഇന്ന് കലവറ നിറക്കൽ ഘോഷയാത്രയുണ്ട്. അത് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരുക്കത്തിലൊക്കെ അമ്മ ഓടിപ്പോകാൻ നടക്കുവാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഈ കറി ഞാൻ ഉണ്ടാക്കി വെക്കണം. പിന്നെ ഒരാഴ്ച അമ്മ തന്നെയാണ് വെപ്പും പാങ്ങലൊക്കെ, ഞാനില്ലായിരുന്നു, എൻ്റെ പങ്കാളിത്തം ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന മോശമല്ലേ. അപ്പോൾ ഞാൻ ഇന്നെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഫേവറേറ്റ് ഐറ്റമാണ്. പിന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ ക്യാബേജ്, അതൊരു തോരൻ വെക്കാനാണ്. പിന്നെ ഇന്നലത്തെ കറിയൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. ഞാനിങ്ങനെ അരിയുമ്പോഴേ എന്നോട് എല്ലാവരും പറയും, എന്നെ കൈ ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് കയ്യൊറയും വേണ്ട, ഞാനിങ്ങനെ എന്നെ അരിഞ്ഞ് ശീലിച്ചോണ്ടാന്നറിയത്തില്ല. കയ്യൊറയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് തോരൻ വെക്കാം മസ്റ്റാർഡ്. നമുക്ക് തേങ്ങ, സവോള, പച്ചമുളക് ഒക്കെ ഇട്ട് കടുക് വറുത്തിട്ട് ഞാൻ തോരൻ വെക്കാനൊക്കെ അറിയാമല്ലോ. പിന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞാണ് കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും, ഇതിനെ ചെയ്ത് കാണിക്കാത്തെന്ന് ചോദിക്കും. ചെയ്ത് കാണിക്കാൻ മടിയുണ്ടായിട്ടില്ല. അവിടെ കിച്ചൺ അങ്ങനെ കാണുന്നുണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നറിയില്ല. അപ്പോൾ അവിടെ വെളിച്ചത്തിൻ്റെ നല്ല അഭാവം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. പിന്നെ ഒരുവിധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാറുണ്ട്, കുക്ക് ചെയ്ത് കാണിക്കാറുണ്ട്. പിന്നെ എന്നെ കാണുന്നില്ല എന്നുള്ളൊരു വിഷമം അറിയിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ വന്ന പാടെ. എന്തായാലും ഇത് കറിക്കറിവല്ലേ, അപ്പം ഒന്ന് വീഡിയോയിലും കൂടെ കാണിക്കാൻ നിർത്ത് വന്നതാണ്. അപ്പോൾ എല്ലാവരും തിരക്കിയവർക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷം. പിന്നെ നമ്മൾ കാണാതിരിക്കുമ്പോൾ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്, അതൊക്കെയാണ് ഒരു പ്രത്യേകത. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളൊരു പ്രത്യേകത അതാണ്. അപ്പം സന്തോഷം. മറ്റൊരു വീഡിയോയിൽ എൻ്റെ ഒരു പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. പിന്നെ ഇത്രയും ദിവസം പെൻഡിങ് ആയിപ്പോയി, അതുകൊണ്ട് ക്ഷമിക്കണം. അപ്പോൾ ബായ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കി വൈകുന്നേരം നമുക്ക് ഉത്സവം കാണാൻ പോകണം. പിന്നെ കലാപരിപാടിയാണ് മെയിനായിട്ട്. നാളെയും മറ്റന്നാളുമാണ് തെയ്യങ്ങൾ തുടങ്ങുക. ഇത് കടുമേനി കടയക്കര ശ്രീ വട്ടക്കയത്ത് ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്താണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത്. അപ്പം എല്ലാവർക്കും പറഞ്ഞതുപോലെ താങ്ക് യു ഫോർ വാച്ചിങ്.